അബ്ദുള്ള സർ 1.5 മിനിറ്റ് ലാസ്റ്റ് വേർഡ്. യെസ്, അതായത് വിശ്വാസം എന്നതിനെ ഒരു നിലക്കും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. വിശ്വാസത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്. ഇന്ത്യ മഹാരാജ്യം ഈ രീതിയിൽ നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ശക്തമായ വിശ്വാസം, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക, സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് സത്യസന്ധമായി നമ്മുടെ പൊതുജീവിതം എന്താ പറയുക, ഇത് കലം പോലെ ആയി പോകാനുള്ള കാരണം വിശ്വാസികളുടെ കയ്യിലല്ല കാര്യങ്ങൾ. വിശ്വാസികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ തെറ്റ് സംഭവിക്കില്ല. അതിന് മാത്രം ആ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം, എങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു സർ. കേണൽ ഡെന്നി 3 minutes. ശരി പ്രദീപ്, എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് പാർത്ഥസാരഥി അമ്പലത്തിന്റെ മുകളിൽ ഭഗവാൻ കൃഷ്ണന്റെ തേരിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ ധ്വജം, ആ ധ്വജത്തിന് പുഷ്പത്തിനകത്ത് ക്ഷേത്രത്തെ മുന്നിൽ പൂക്കളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തടയാൻ സാധിക്കില്ല. ഭാരതത്തിന്റെ സൈന്യം അവരുടെ ശൗര്യം കാണിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അതും ആർക്കും തടയാൻ സാധിക്കില്ല, ആർക്കും അതിനെ മാച്ചു കളയാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസം തന്നെയാണ് വലുത്. ആ വിശ്വാസം വലുതായോണ്ടാണ് അയ്യപ്പന്റെ ആ ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ തകർക്കാൻ നടന്ന അതേ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കേണൽ ഡെന്നി അദ്ദേഹം പറഞ്ഞു വെച്ചത് സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു, ഏത് സർക്കാർ ഭരിച്ചിരുന്നെങ്കിലും അത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ്. സുപ്രീം കോടതി വിധിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ ശ്രീ പ്രദീപ്? ഇപ്പൊ തന്നെ ഇതേ നിമിഷം ഞങ്ങൾ ഓർഡർ ഇടുന്ന ആ ഇങ്ക് സൈൻ ചെയ്ത് ഇങ്ക് ഉണങ്ങുന്നതിന് മുമ്പ് അവിടെ യുവതികളെ കേട്ടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നോ? സുപ്രീം കോടതി പറഞ്ഞിരുന്നോ ഈ യുവതികളെ വേഷം മാറ്റി പോലീസിന്റെ വേഷം ധരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇനി സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ 1 ഡസൻ സുപ്രീം കോടതിയുടെ ഓർഡേഴ്സ് ഉള്ളത്. ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. സുപ്രീം കോടതിയുടെ ഓർഡേഴ്സ് നമ്മൾ പാലിക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഓർഡേഴ്സ് പാലിക്കാത്ത എത്ര വിധികൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് എല്ലാ വിധികളും നമ്മൾ പാലിക്കത്തൊന്നുമില്ല. ചില വിധികൾ നമ്മൾ പാലിക്കും, ചിലവർ നമ്മൾ കൺവീനിയന്റ് ആയിട്ട് മറക്കും. അതാണ് ആ രാഷ്ട്രീയം, അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് വിശ്വാസത്തിന്റെ പേര് നിങ്ങൾ ആ ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കും, അതേ വിശ്വാസത്തിന്റെ പേര് വോട്ട് കേറാൻ വേണ്ടി നിങ്ങൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങളാണ് വിശ്വാസികൾ, നിങ്ങൾക്ക് മറ്റുള്ളവരാരും വിശ്വാസികളല്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം, വിശ്വാസം തന്നെയാണ് വലുത്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ വിശ്വാസം തന്നെ എല്ലാ കാലത്തും നിലനിൽക്കും. പാർട്ടികൾ ഇന്നും നാളെയൊക്കെ ചിലപ്പോൾ പോകും, പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ തന്നെ കാണും, സ്വാമി അയ്യപ്പൻ ഇവിടെ തന്നെ കാണും, ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളും ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ശക്തികളുടെ അടുത്തൊക്കെ പോരാടാൻ പോകാൻ വേണ്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.